സുഹൃത്തുക്കളെ നമസ്കാരം. വലിയൊരു തണുത്ത ഭൂഖണ്ഡത്താണ് ഞാൻ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. ജോഹാർ വാലി എന്ന് പറയും. ഇന്നത്തെ ഭക്ഷണം വളരെ വെറൈറ്റി ആണ് കേട്ടോ. ഇത് മട്ടനാണ്. 1 കിലോ മട്ടൻ ഉണക്കിയെടുത്തതാണ് കേട്ടോ. ഇവിടുത്തെ ഗ്രാമത്തിൽ വന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. നല്ല പൈസ ഉണ്ട് കേട്ടോ, കോസ്റ്റ്ലി ആണ്. ആദ്യം ഒരു കാര്യം പറയാം, വെജ് മാത്രം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ കൂടെ ഗൈഡോ എനിക്ക് വലിയ ഹോട്ടലോ ഇവിടുത്തെ ഗ്രാമങ്ങളിലെ ഹോട്ടലോ ഒന്നും എനിക്ക് താമസം കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ താമസം ടെൻറ്റിലാണ്, വലിയ ലഗേജ് ഒക്കെ ഉണ്ട്. അപ്പം ഗ്രാമവാസികൾ എന്നാണ് പറഞ്ഞത്, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കും, മൈനസ് ടെമ്പറേച്ചറിലൊക്കെ ഇതിൻ്റെ ശരീരം നല്ല ചൂട് പിടിക്കും. അതുകൊണ്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. വെജ് കഴിക്കുന്ന ആൾക്കാരാണ് ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ കാണാതിരിക്കുക കേട്ടോ, സോറി പറയുന്നു. എന്നിരുന്നാലും ഇത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് പറഞ്ഞുതരാം. ഇത് കഴിച്ചാൽ ശരീരം നല്ലപോലെ ചൂടാകും. ഞാൻ എൻ്റെ ഈ ലൈഫിൽ യാത്രത്തിന് ആദ്യമായിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. ഗ്രാമവാസികൾ കുക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ചൂടുവെള്ളം കണ്ടോ, ചൂടുവെള്ളം അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്കൊരു 4-5 ദിവസം ഉപയോഗിക്കാം കേട്ടോ. 6-7 ദിവസം നിൽക്കുന്ന വലിയൊരു ട്രെക്കിങ്ങിലാണ് ഞാനുള്ളത്. ഈ ഒരു ഭൂപ്രദേശം കണ്ടോ നിങ്ങൾ, വലിയൊരു ഹിമാലയത്തിൻ്റെ നാടാണ് കേട്ടോ. അടുത്ത് ടിബറ്റൊക്കെയാണ് ഉള്ളത്. ഇവിടുന്ന് എന്തായാലും സന്തോഷം, നല്ല തണുപ്പ് വന്നു തുടങ്ങി. നമുക്കിത് കുറച്ച് പീസ് എടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ എടുക്കുന്നത് കാണിച്ചു തരാം. ഇതുണ്ട്, നൂലുണ്ടാവും. ഇങ്ങനെ നൂലിന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ വേർതിരിച്ചെടുക്കുക. നമ്മുടെ ഫ്രഷ് മട്ടൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടത്തില്ല കേട്ടോ. ഉണക്ക് ഇങ്ങനെയുള്ള മട്ടനെ കിട്ടത്തുള്ളൂ. അങ്ങനത്തെ സ്ഥലമാണ്. അത്രമാത്രം ലഗേജ് കയറി ചെയ്ത് കേട്ടോ. 40 കിലോ ലഗേജ് എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ അരിയും പച്ചക്കറിയും ഒക്കെ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളോട് കിട്ടുമ്പോൾ നല്ല കാര്യമല്ലേ. എനിക്ക് അവർ ചെറിയ പൈസക്കാണ് തന്നത് കേട്ടോ. 200 രൂപ ഒക്കെ തന്നത്. ശരിക്കും ഇതിൻ്റെ പൈസ 400-500 രൂപയൊക്കെ ഇത് വാങ്ങും കേട്ടോ. നമുക്ക് എന്തായാലും ഇത് ചൂടുവെള്ളത്തിലിടാം. ഞാൻ കാണിച്ചു തരാം. ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ, ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്ക് ചൂടുവെള്ളത്തിലെടുക്കാം. ഇത് ചൂടുവെള്ളത്തിലിടാം കേട്ടോ. ഇതിൻ്റെ പാത്രം അടച്ചു നോക്കാം. ഇതായി കഴിഞ്ഞിട്ടുള്ള ഒരു വിഷ്വൽസ് കൂടി ഞാനിവിടെ ആഡ് ചെയ്യാം. ഇതൊക്കെയാണ് കേട്ടോ സ്ഥലം. യാത്രകൾ ഇങ്ങനെയാണ്. വ്യത്യസ്തമായ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. അയ്യോ എൻ്റെ അമ്മ തളർന്നു കേട്ടോ നല്ലതുപോലെ.